നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നെയ്യാറ്റിൻകര ശാഖ കൊലപാതക കേസിൽ ഭർത്താവിന് ജീവപര്യന്തം തടവും 2 ലക്ഷം രൂപ പിഴയും വിധിച്ചു. അതിയന്നൂർ അരുൺ നിവാസിൽ അരുണിനെയാണ് നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷിച്ചത്. പിഴ ഒടുക്കിയില്ലെങ്കിൽ 6 മാസം അധിക തടവും വിധിച്ചു. കുന്നത്തുകാൽ ത്രേസ്യാപുരത്ത് പ്ലാങ്കാല പുത്തൻവീട്ടിൽ ശാഖാകുമാരിയാണ് 2020 ഡിസംബർ 26 പുലർച്ചെയോടെ കൊല്ലപ്പെട്ടത്. ഇലക്ട്രീഷ്യനായിരുന്ന അരുൺ 2020 ശാഖയെ വിവാഹം ചെയ്തത്. ലക്ഷങ്ങളുടെ സ്വത്തിനുടമയായ ശാഖാകുമാരിയെ വിവാഹം കഴിച്ച ശേഷം സ്വത്ത് തട്ടിയെടുക്കുവാനായി കൊലപ്പെടുത്തുകയായിരുന്നു. സംഭവത്തിൽ 28-കാരനായ അരുൺ കുറ്റക്കാരനാണെന്ന് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വിധിക്കുകയായിരുന്നു. കുഞ്ഞ് വേണമെന്ന് ആവശ്യപ്പെട്ടത് ഇയാളെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. 2020 ഒക്ടോബർ 29 വിവാഹം കഴിക്കുമ്പോൾ ശാഖാകുമാരിക്ക് 52 വയസ്സും അരുണിന് 28 വയസ്സുമായിരുന്നു പ്രായം. അതേ വർഷം ഡിസംബർ 26 പുലർച്ചെ 1:30 കൊലപാതകം നടന്നത്. വലിയ ഭൂസ്വത്തുള്ള കുടുംബത്തിലെ അംഗമായ ശാഖാകുമാരി നെയ്യാറ്റിൻകരയിൽ ബ്യൂട്ടി പാർലർ നടത്തുന്നതിനിടയിലാണ് നെയ്യാറ്റിൻകര സ്വദേശിയായ അരുണുമായി സൗഹൃദത്തിലാവുന്നത്. തുടർന്ന് 2020 ഒക്ടോബറിൽ ശാഖാകുമാരിയെ അരുൺ വിവാഹം കഴിച്ചു. ഏറെക്കാലത്ത് പരിചയത്തിന് ശേഷമായിരുന്നു ഇരുവരും വിവാഹിതരാകാൻ തീരുമാനിച്ചത്. പക്ഷേ വിവാഹത്തിൽ അരുണിന്റെ ബന്ധുക്കൾ ആരും തന്നെ പങ്കെടുത്തിരുന്നില്ലെന്നും വിവാഹബന്ധം രഹസ്യമായി സൂക്ഷിക്കാൻ അരുൺ ശ്രമിച്ചിരുന്നതായും നാട്ടുകാർ മൊഴി നൽകി. ശാഖാകുമാരിയെ പലതവണ കൊലപ്പെടുത്താൻ അരുണിന്റെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ടായതായി ശാഖയുടെ വീട്ടിലെ ഹോം നഴ്സ് പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു. വിവാഹ ഫോട്ടോ സമൂഹമാധ്യമങ്ങളുടെ പ്രചരിച്ചതും അരുണിനെ പ്രകോപിപ്പിച്ചു. കൂട്ടുകാരിൽ നിന്നടക്കം അരുണിന് അപമാനമേൽക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി. വിവാഹം രജിസ്റ്റർ ചെയ്യാൻ അരുൺ തയ്യാറാകാതിരുന്നത് ശാഖയെ അലോസരപ്പെടുത്തിയിരുന്നു. ഈ ആവശ്യം നിരവധി തവണ ശാഖാകുമാരി ഉന്നയിച്ചുവെങ്കിലും അരുൺ വഴങ്ങിയില്ലെന്ന് രേഷ്മ പറയുന്നു. വിവാഹമോചനത്തിന് അരുൺ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും ശാഖാകുമാരി തയ്യാറായിരുന്നില്ല. വൈദ്യുത മീറ്ററിൽ നിന്ന് ശാഖയുടെ കിടപ്പുമുറിയിലേക്കാണ് കണക്ഷൻ എടുത്തിരുന്നത്. ബോധപൂർവം ശാഖയെ പലതവണ ഷോക്കടിപ്പിച്ച് കൊലപ്പെടുത്താൻ അരുൺ ശ്രമിച്ചു. വിവാഹമോചനത്തിന് വഴങ്ങാതെ വന്നപ്പോഴാണ് ശാഖാകുമാരിയെ കൊല്ലാൻ അരുൺ തീരുമാനിച്ചത്. പ്രായവ്യത്യാസം അരുണിന് അപമാനമായി തോന്നിയിരുന്നുവെന്ന് ഇവരുടെ കാര്യസ്ഥൻ വെളിപ്പെടുത്തിയിരുന്നു. ക്രിസ്മസ് വിളക്കുകൾ തൂക്കാൻ കണക്ഷൻ എടുത്തു. വയറിൽ നിന്ന് ഷോക്കേറ്റാണ് ശാഖാകുമാരിയുടെ മരണം. ശാഖയുടെ മൃതദേഹത്തിലും വീടിന്റെ തറയിലും ചോരപ്പാടുകൾ കണ്ടുവെന്ന് പ്രദേശവാസികൾ മൊഴി നൽകിയതോടെയാണ് കേസിൽ ഇത് നിർണായകമായി മാറിയത്. ഷോക്കേറ്റ് വീഴുവെന്നാണ് അരുൺ അയൽവാസികളോട് പറഞ്ഞിരുന്നത്. എന്നാൽ മൂക്ക് ചതഞ്ഞ നിലയിലായിരുന്നു. മൃതദേഹത്തിലും തറയിലും ചോരപ്പാടുകൾ കണ്ടുവെന്നും അയൽവാസികൾ പോലീസിന് മൊഴി നൽകി. ശാഖയുടെ പേരിലുള്ള നിരവധിയായ സ്വത്തുവകകൾ മോഹിച്ചാണ് അരുൺ ഈ വിവാഹത്തിന് തയ്യാറായതെന്ന് ശാഖാകുമാരിയുടെ ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. പരേതനായ അധ്യാപകന്റെ മകളാണ് ശാഖാകുമാരി. ഷോക്കേറ്റുവെന്ന് പറഞ്ഞെത്തിയ അരുണിനൊപ്പം സമീപവാസികൾ വീടിനുള്ളിൽ എത്തിയപ്പോൾ നിലത്ത് കമിഴ്ന്നു കിടക്കുന്ന അവസ്ഥയിലാണ് ശാഖയെ കണ്ടെത്തിയത്. തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പേ മരണം സംഭവിച്ചതായി ഡോക്ടർ കണ്ടെത്തി. സംഭവം അറിഞ്ഞ് വീടും പരിസരവും നിരീക്ഷിച്ച നാട്ടുകാർ പോലീസിനോട് സംശയം പ്രകടിപ്പിച്ചു. ക്രിസ്മസ് അലങ്കാരത്തിനായി തയ്യാറാക്കിയ വയറിൽ നിന്ന് ഷോക്കേറ്റുവെന്ന അരുണിന്റെ മൊഴി പോലീസ് മുഖവിലക്കെടുത്തില്ല. വീടിനുള്ളിലേക്ക് വയർ വലിച്ചിട്ടിരുന്നു. എന്നാൽ ഈ വയർ യാതൊരു സർക്യൂട്ടുമായും ബന്ധപ്പെടുത്തിയിരുന്നില്ല. ചോദ്യം ചെയ്യലിൽ പോലീസിനോട് അരുൺ കുറ്റസമ്മതം നടത്തുകയായിരുന്നു. കിടപ്പിലായ മാതാവ് ഫിലോമിനയുമൊത്ത് നിലമാമൂട് ത്രേസ്യാപുരത്തെ വീട്ടിൽ അവിവാഹിതയായി താമസിക്കവേ അപ്രതീക്ഷിതമായി തന്നെക്കാൾ ഏറെ പ്രായം കുറവുള്ള നെയ്യാറ്റിൻകര ആറാലുമൂട് സ്വദേശിയായ അരുണിനെ വിവാഹം ചെയ്യുകയായിരുന്നു. ഏറെക്കാലത്തെ പരിചയത്തിന് ശേഷമാണ് ഇരുവരും ഇടവക പള്ളിയിൽ ആചാരപ്രകാരം വിവാഹിതരായത്. വിവാഹത്തിൽ വിയോജിപ്പുണ്ടായിരുന്ന ബന്ധുക്കളെയൊക്കെ ശാഖ അകറ്റി നിർത്തി. അരുണിന് വില കൂടിയ വസ്ത്രങ്ങളും മാരുതി കാറുമെല്ലാം ശാഖ സമ്മാനമായി നൽകി. ശാഖയുടെ സ്വർണവും 5 ലക്ഷത്തിലേറെ വിലമതിപ്പുള്ള ഡയമണ്ട് നെക്ലേസും അരുൺ ഇതിനിടെ കൈക്കലാക്കിയിരുന്നു. 10 ഏക്കറോളം പുരയിടം ഉൾപ്പെടെയുള്ള ശാഖയുടെ സ്വത്ത് തട്ടിയെടുക്കുവാൻ വേണ്ടി അരുൺ പ്രണയം നടിച്ചെത്തുകയായിരുന്നുവെന്ന് ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. ക്രിസ്മസ് ദിവസം വീട്ടിലെ ആഘോഷങ്ങളിൽ പങ്കെടുത്ത ബന്ധുക്കൾ പിരിഞ്ഞു പോയതിനു ശേഷം രാത്രി 1:30 ഉറങ്ങിക്കിടന്ന ശാഖാകുമാരി ശ്വാസം മുട്ടിച്ച് ബോധം കെടുത്തി. തുടർന്ന് വയറും പ്ലഗും ഉപയോഗിച്ച് കയ്യിലും മൂക്കിലും വൈദ്യുതി കടത്തിവിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു. ഷോക്കേറ്റ് മരിച്ചുവെന്ന് വരുത്തി തീർക്കാനായി സീരിയൽ ലൈറ്ററിന്റെ വയർ പ്രതി ശാഖാകുമാരിയുടെ ശരീരത്തിൽ കൊണ്ടിട്ടിരുന്നു. വെള്ളറട പോലീസ് ഇൻസ്പെക്ടറായിരുന്ന എം ശ്രീകുമാറാണ് കേസ് അന്വേഷിച്ച് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. പബ്ലിക് പ്രോസിക്യൂട്ടർ പാറശാല എ അജിത് കുമാറാണ് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായത്. ചേച്ചി കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. ഞാൻ ഇക്കാര്യം പലവട്ടം ചേച്ചിയോട് പറഞ്ഞിട്ടുമുണ്ട്. ശാഖയുടെ ഉറ്റ സുഹൃത്ത് പ്രീതയുടെ വാക്കുകളായിരുന്നു ഇത്. ഉത്തരയുടെ കൊലപാതകം ഉദാഹരണമാക്കിയായിരുന്നു ഈ സൂചന നൽകിയത്. പണത്തിനു വേണ്ടി മാത്രമായിരുന്നു അരുൺ ശാഖയെ വിവാഹം കഴിക്കാൻ തയ്യാറായതെന്ന് വ്യക്തമായിരുന്നു. ഇക്കാര്യം സൂചിപ്പിച്ചപ്പോൾ അരുൺ കൂടെയുള്ളത് കുറച്ചു ആശ്വാസമാകുന്നുണ്ടെന്നായിരുന്നു ശാഖയുടെ മറുപടി.
താൻ സാമ്പത്തികമായി പിന്നിലാണെന്നും കുറെ ബാധ്യതകളുണ്ടെന്നും പറഞ്ഞിരുന്ന അരുൺ 50 ലക്ഷം രൂപയും 100 പവനും വേണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. ശാഖ വിവാഹത്തിനു മുൻപ് പലതവണ അരുണിന് പണം നൽകിയിരുന്നു. വാടക വീടെടുക്കുവാനും വീട്ടു സാധനങ്ങൾ വാങ്ങാനുമൊക്കെ ശാഖ തന്നെയാണ് പണം നൽകിയത്. കല്യാണ ദിവസം പോലും അരുൺ വൈകിയായിരുന്നു പള്ളിയിലെത്തിയത്. ബന്ധുക്കൾ ആരും തന്നെ ഒപ്പമുണ്ടായിരുന്നില്ല. വിവാഹത്തിന് ചിത്രമെടുക്കുന്നതും അരുൺ എതിർത്തു. വിവാഹശേഷം അരുൺ ഏറെ മാറി. വിവാഹം കഴിഞ്ഞ ശേഷം വഴക്ക് പതിവായി. വിവാഹ ദിനത്തിൽ വൈകിട്ട് നടന്ന സ്വീകരണത്തിലും അരുൺ ഫോട്ടോ എടുക്കാൻ നിന്നില്ല. അരുണിനൊപ്പമുള്ള ചിത്രങ്ങൾ ആരെയും കാണിക്കരുതെന്നാണ് വിലക്കിയിട്ടുണ്ടായിരുന്നത്. വിവാഹം രജിസ്റ്റർ ചെയ്യാൻ വൈകിയതിലും ഇരുവരും വഴക്കിട്ടു. അരുൺ ആവശ്യപ്പെടുമ്പോഴൊക്കെ ശാഖ പണം നൽകിയിരുന്നു. കാറും അരുണിന്റെ പേരിലാണ് വാങ്ങിയത്. കുറച്ച് വസ്തു വിറ്റ് പണം നൽകാൻ അരുൺ നിർബന്ധിച്ചു. ഇതേ ചൊല്ലിയുള്ള തർക്കത്തിലാണ് വിവാഹത്തിന്റെ രജിസ്ട്രേഷൻ വൈകിയത്. ശാഖ ഫോണിലൂടെ പങ്കുവച്ചിട്ടുള്ള കാര്യങ്ങളും വാട്സാപ്പ് മെസ്സേജുകളുമൊക്കെ പ്രീത പോലീസിന് കൈമാറിയിരുന്നു. കിടപ്പുമുറിയിലും ബെഡ്ഷീറ്റിലും രക്തത്തിന്റെ പാടുകൾ ഉണ്ടായിരുന്നതായി ഫോറൻസിക് പരിശോധനയിലും കണ്ടെത്തി. ക്രിസ്മസ് വിളക്കിൽ നിന്ന് ഷോക്കേറ്റുവെന്നാണ് ഈ ഭർത്താവ് അരുൺ വ്യക്തമാക്കിയത്. ഡോക്ടർമാർ സംശയം പ്രകടിപ്പിച്ചതോടെ പോലീസ് അരുണിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പിന്നീടാണ് ഈ കേസിൽ വഴിത്തിരിവുണ്ടായത്. പ്രായക്കൂടുതലുള്ള ശാഖയുമുള്ള വിവാഹ ഫോട്ടോകൾ പുറത്തുവന്നത് അരുണിനെ പ്രകോപിപ്പിച്ചു. പ്രായക്കൂടുതലുള്ള സ്ത്രീയെ വിവാഹം കഴിച്ചതിന്റെ പേരിൽ കൂട്ടുകാർ കളിയാക്കിയതും സ്വത്തിനു വേണ്ടിയുള്ള തർക്കവുമെല്ലാം ബന്ധം വഷളാക്കി. ഭർത്താവിന്റെ സ്വഭാവം നന്നാക്കാൻ ശാഖ എടുത്ത വ്രതം അവസാനിക്കുന്ന ദിവസമായിരുന്നു ഈ കൊലപാതകം. സ്വത്തുക്കൾ തട്ടിയെടുക്കുക എന്നത് തന്നെയായിരുന്നു പ്രധാന ലക്ഷ്യം. വീട്ടിൽ മൈക്രോവേവ് അവൻ റിപ്പയർ ചെയ്യുന്നതിനായി ഭാവിച്ച് ഷോക്കടിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ശാഖ തലനാരിലേക്ക് രക്ഷപ്പെട്ടു. തുടർന്ന് 2020 ഡിസംബർ 25-ന് ക്രിസ്മസ് ആഘോഷത്തിനു ശേഷം അരുൺ ശാഖാകുമാരി വായുമുക്കും അമർത്തിപ്പിടിച്ച് ബോധം കെടുത്തിയതിനു ശേഷം ശരീരത്തിലേക്ക് വൈദ്യുതി കടത്തിവിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു. ക്രിസ്മസ് ട്രീ അലങ്കരിക്കാനായി എത്തിച്ച അലങ്കാര വിളക്കുകൾ തെളിയിക്കാനെന്ന് പറഞ്ഞാണ് ഇലക്ട്രീഷ്യനായ അരുൺ മീറ്റർ ബോർഡിൽ നിന്ന് വൈദ്യുതി നേരിട്ടെടുത്തത്. നല്ലവണ്ണം ഷോക്ക് ഏൽക്കാനായിരുന്നു മെയിൻ സ്വിച്ചിൽ നിന്ന് തന്നെ വൈദ്യുതി എടുത്തതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. അടുത്ത ദിവസം പുലർച്ചെ ശാഖയെ ഇയാൾ കാരക്കോണം മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയും ചെയ്തു. പരിശോധനയിൽ മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ മരിച്ചുവെന്ന് കണ്ടെത്തി. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഉദ്യോഗസ്ഥരും നൽകിയ മൊഴികൾ കേസിൽ നിർണായകമായി. പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ പാറശാല എ അജിത് കുമാർ, മഞ്ജിത എന്നിവർ ഹാജരായി. ഭർത്താവിന്റെ സ്വഭാവം നന്നാവാനായി എടുത്ത വ്രതം അവസാനിക്കുന്ന ദിനത്തിൽ തന്നെയായിരുന്നു ശാഖാകുമാരി ദാരുണമായി കൊല്ലപ്പെട്ടത്. ഭാര്യയ്ക്ക് ഷോക്കേറ്റപ്പോൾ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിക്കാത്തത് എന്തുകൊണ്ടാണെന്ന പോലീസിന്റെ ചോദ്യത്തിനു മുന്നിൽ അരുൺ പതറി. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ താൻ ഉറങ്ങിപ്പോയെന്നായിരുന്നു പ്രതിയുടെ മറുപടി. ചോദ്യം ചെയ്യലിനൊടുവിൽ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു. താൻ സാമ്പത്തികമായി പിന്നിലാണെന്നും കുറെ ബാധ്യതകൾ ഉണ്ടെന്നും പറഞ്ഞിരുന്ന അരുൺ 1/2 കോടി രൂപയും 100 പവനും വേണമെന്നാണ് വിവാഹവേളയിൽ ആവശ്യപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.